ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഓണം റെസിപ്പികളൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയോ? ഏതൊക്കെ കറികളാണ് ഓണത്തിന് ഉണ്ടാക്കേണ്ടതെന്നുള്ള പ്ലാനുകളും അതുപോലെ തന്നെ പായസങ്ങളെക്കുറിച്ചുള്ള പ്ലാനുകളൊക്കെ റെഡിയാക്കിയോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പച്ചടിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ക്യാരറ്റ് പച്ചടി. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഓണത്തിന് ബീട്രൂട്ട് പച്ചടിയിൽ ഉണ്ടാക്കുക. ഈ വർഷം വ്യത്യസ്തമായിട്ട് ഒന്ന് ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കി നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും. ക്യാരറ്റ് പച്ചടി കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കേട്ടോ. കാണാൻ തന്നെ നല്ല കളറല്ലേ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. കാണാൻ ഭംഗി മാത്രമല്ല, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വർഷം ഈ ഒരു പച്ചടി ഉണ്ടാക്കി നോക്കൂ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ ഒരു പച്ചടി ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരറ്റ് പച്ചടി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരറ്റ് പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. വലിയ ക്യാരറ്റ് ആണെങ്കിൽ 2 മതി. അതിലേക്കായിട്ട് പച്ചമുളകാണ് വേണ്ടത്. പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. ഇതാ ഇത്രയും കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം എരിവുള്ള പച്ചടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ വേണ്ടത് തൈര്, തേങ്ങ ചിരവിയത്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ടും ചെയ്യാം ഈ പച്ചടി, മുറിച്ചെടുത്തിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ബീട്രൂട്ട് പച്ചടിയും ക്യാരറ്റ് പച്ചടിയും ഉണ്ടാക്കുന്നത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടാണ്. അപ്പോഴാണ് നമ്മുടെ പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാതെ ഗ്രേറ്റ് ചെയ്ത പച്ചടിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കാണാനും ഭംഗി കട്ട് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാരറ്റ് ഇതാ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കാന്താരിമുളക് ചേർത്തിട്ടാണ് കുക്ക് ചെയ്യാൻ വെക്കുന്നത്. ഒരു 5-6 കാന്താരിമുളക് ഇപ്പോൾ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. സ്പ്ലിറ്റ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. കാന്താരിമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അത് കുക്കായി വന്നോളും. അപ്പോൾ ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള എരിവ് ഇപ്പോൾ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട്, ക്യാരറ്റിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാന്താരിമുളക് ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കത് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ചേർക്കാം. ഇനി നമുക്ക് ക്യാരറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ക്യാരറ്റ് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചടി റെഡിയാക്കുമ്പോൾ അധികം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ക്യാരറ്റൊക്കെ ഓവർ കുക്കായി പോവും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചട്ടിയിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ കുക്ക് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് ചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ ചേർക്കാം. ഞാനൊരു 3/4 കപ്പ് തേങ്ങ എടുക്കുന്നുള്ളൂ. വളരെ കുറച്ച് ക്യാരറ്റല്ലേ ഉള്ളൂ, അതുകൊണ്ട് 3/4 കപ്പ് തേങ്ങ മതി. ഇതിലേക്ക് നമുക്ക് 2-3 ഇതിൽ കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പച്ചമുളക് ചേർക്കുക. ഞാനിപ്പോൾ കാന്താരി മുളകാണ് ചേർക്കുന്നത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് ചേർക്കുക. ഇനി നമുക്കിത് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അരച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് അരയ്ക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചടിയിൽ അധികം അരപ്പിന് വെള്ളം ആവശ്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. പച്ചടിക്ക് കടുക് നന്നായിട്ട് അരഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് കടുക് ചേർക്കുന്നത്. ഇതിനി ഒന്ന് തരിതരിപ്പായിട്ട് പൊടിഞ്ഞു വരുന്ന രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടുക് പൊടിഞ്ഞു കിട്ടും. അത്രയും മതി. അപ്പോൾ ഞാനിനി കടുകും കൂടി ചേർത്തൊന്ന് വിപ്പ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ കടുക് ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പച്ചടിക്ക് തൈര് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കരുത്. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടോ ഒന്നും ബീറ്റ് ചെയ്തെടുക്കുക. തൈരിൻ്റെ കട്ടകളൊന്നും ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈര് ലൂസായി പോവും. അപ്പോൾ പച്ചടിയുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ തൈരൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ വെള്ളം വറ്റി വരുന്നുണ്ട്. ക്യാരറ്റ് കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം.
നിങ്ങൾക്ക് ഇതിലേക്ക് മധുരം ചെറുതായിട്ട് ആവശ്യമുണ്ട്, മധുരമുള്ളൊരു പച്ചടിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്, ആ എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരുപാട് പഞ്ചസാര ചേർക്കുന്നില്ല. മധുരമുള്ള പച്ചടിയായിട്ടല്ല, നമ്മൾ എരിവുള്ള പച്ചടിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ഈ അരപ്പൊന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ബീട്രൂട്ട് പച്ചടി ചെയ്യുമ്പോൾ പഞ്ചസാര ചേർക്കാറില്ല, പക്ഷേ ക്യാരറ്റ് പച്ചടി ചെയ്യുമ്പോൾ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പഞ്ചസാര ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും പച്ചടിയുടെ. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, താല്പര്യമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഒരു 2 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരപ്പൊന്ന് കുക്കായി കിട്ടും. നന്നായിട്ട് അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതാണ് ഞാൻ അധികം വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞത്. ക്യാരറ്റ് കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് പച്ചടി ഇലയിൽ വിളമ്പുമ്പോൾ ഒഴുകിപ്പോവും. നമുക്ക് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടേ കിട്ടുള്ളൂ. കറക്റ്റ് പച്ചടിയുടെ ആ ഒരു പാകത്തിൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ പച്ചടി റെസിപ്പീസ് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പച്ചടി റെസിപ്പീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സദ്യ റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പച്ചടി റെസിപ്പീസ് എല്ലാം കിട്ടും കേട്ടോ. സദ്യ റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തൈര് ചേർക്കാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് തൈര് ചേർക്കുന്നത്. കുറച്ച് തൈര് എടുത്തിട്ടുള്ളൂ കേട്ടോ, അധികം തൈരൊന്നും വേണ്ട. നമുക്ക് ആദ്യം കുറച്ച് തൈര് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും തൈര് ചേർക്കാം. തൈര് ചേർത്തിട്ട് ഉടനെ തന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ തൈര് പിരിഞ്ഞു പോരുത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ പച്ചടി കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. ഇനി ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നോളും. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ നമുക്ക് 2 or 3 കാന്താരി മുളക് വീണ്ടും ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ കാന്താരി മുളക് അരച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് എരിവുണ്ടാവും. കാന്താരി മുളക് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, പച്ചമുളക് ചേർത്താലും മതി. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റാണ്. ഞാനൊരു പിഞ്ച് പഞ്ചസാര ചേർക്കാൻ പോവാണ്. 1 പിഞ്ച് മതി കേട്ടോ, അധികം വേണ്ട. ഇനി നമുക്കിതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ആ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ഇതിലേക്ക് ഇനി നമുക്ക് വറവ് ചേർക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പച്ചടി? കാണാൻ നല്ല ഭംഗിയില്ലേ? കാണാനും നല്ല ഭംഗിയുണ്ട്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വർഷം ഓണസദ്യയിൽ ബീട്രൂട്ട് പച്ചടിക്ക് പകരം ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കി നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഓണസദ്യയിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇടയ്ക്ക് ചോറിന് കറിയായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി വറവ് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ വറവ് ചേർക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക. ഇത് വളരെ കുറച്ച് വെളിച്ചെണ്ണയുള്ളൂ കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ കുറേ വെളിച്ചെണ്ണയുള്ള പോലെ തോന്നും, പക്ഷേ ഇതൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 3 വറ്റൽമുളകാണ് ചേർക്കാൻ പോകുന്നത്. വറ്റൽമുളക് ചേർത്താലേ നമ്മുടെ പച്ചടി കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ വറ്റൽമുളകിൻ്റെ ടേസ്റ്റും എല്ലാം വരുള്ളൂ പച്ചടിയിലേക്ക്. നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വറവ് കറിയിലേക്ക് ചേർക്കാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള പച്ചടി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചൂടൊന്ന് മാറി വരുമ്പോൾ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം, ഇല്ലെങ്കിൽ സദ്യയിൽ വിളമ്പാം. ചൂടോടുകൂടി തന്നെ യൂസ് ചെയ്യരുത് പച്ചടി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി യൂസ് ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടൊന്ന് മാറി വരുമ്പോൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ ചില റെസിപ്പികൾക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വർഷം ഓണസദ്യയിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതിനുശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പച്ചടി എന്നുള്ളത്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ കുക്കിംഗ് റെസിപ്പീസ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.